വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. ചിലപ്പോൾ ഒരുപാട് പേര് അറിയാതെ തയ്ക്കുന്നവരും ഉണ്ടാവാം. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് തന്നെ തയ്യലൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാത്തവരുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെസ്റ്റും ബസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തതിനെ പറ്റിയിട്ടാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ചെസ്റ്റ് ആൻഡ് ബസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു ഡൗട്ടാണത്. ഈ ചെസ്റ്റും ബസ്റ്റും ഒന്നാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതങ്ങനെയും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ചെസ്റ്റും ബസ്റ്റും ഏകദേശം ഒരേ വാല്യൂ തന്നെയാണ്, അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് തന്നെയാണ് അത് മാർക്ക് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിരുന്നവരും ഉണ്ട്. എന്നാൽ ചെസ്റ്റും ബസ്റ്റും രണ്ടും രണ്ട് വാല്യൂസാണ്. അത് ഒരിക്കലും ഒരേപോലെ ആവില്ല. മനസ്സിലായോ? ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ചെറിയൊരു ഇഞ്ചിൻ്റെ എങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു പോർഷൻ ഇല്ലേ, നമ്മൾ ഈ ആം ഹോളിൻ്റെ റൗണ്ട്, അതാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൈയുടെ താഴെ കൂടെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കില്ലോ, ആ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് എന്താണ്? നമ്മൾ കൈയുടെ താഴെ കൂടെ കറക്റ്റ് ആം ഹോളിൻ്റെ ആ ഒരു പോർഷനിൽ എടുക്കുന്ന അളവാണ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബസ്റ്റ് അളവ് എന്താണെന്ന് നോക്കാം. ബസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിപ്പിളിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നിപ്പിളിൻ്റെ ആ ഒരു പോയിൻറ്റിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ നിപ്പിൾ എത്രയാണെന്ന് അത് നമ്മൾ നോക്കുക. രണ്ട് നിപ്പിളിൻ്റെയും ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു വണ്ണമാണ്, അതായത് നമ്മൾ ആ ഒരു പോർഷനിൽ ഇട്ടെടുക്കുന്നതാണ് ബസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റും ബസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ചെസ്റ്റിന് ബസ്റ്റിനേക്കാളും കുറച്ചും കൂടെ മെഷർമെൻറ്റ് കുറവായിരിക്കും. ബസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ നമുക്ക് 1 ഇഞ്ച്, ഇപ്പോൾ വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് വരാറുണ്ട്. 2 ഇഞ്ച് ഒരുപാട് വണ്ണുണ്ടെങ്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബസ്റ്റ്. ഇപ്പോൾ നമുക്ക് ചെസ്റ്റ് 8 ആണെന്നുണ്ടെങ്കിൽ ബസ്റ്റ് ചിലപ്പോൾ 9 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 9.5 ഒക്കെ വരാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെസ്റ്റും ബസ്റ്റും ഒന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് വരെയുള്ള ആ ഒരു മെഷർമെൻ്റ് ഇല്ലേ, അവിടെയുള്ള വണ്ണമാണ് ബസ്റ്റ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചേഞ്ച് വരും ആ ഒരു കാൽക്കുലേഷനിൽ. മനസ്സിലായോ? അതായത് ഇപ്പോൾ വണ്ണം കൂടിയ ഭാഗം ചെസ്റ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെക്ക് ലൂസാവും, ഷോൾഡർ, ആം ഹോൾ എല്ലാം തെറ്റും. മനസ്സിലായില്ലേ? അവിടെ ഒരു ചുരുക്കൽ വരും. കൂടുതലും നമ്മൾ ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ചെസ്റ്റും ബസ്റ്റും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് കറക്റ്റ് ഫിറ്റിൽ കിട്ടേണ്ട സംഭവമാണ് ബ്ലൗസ് എന്ന് പറയുമ്പോൾ. ചുരിദാറിന് ഇനിയിപ്പോൾ അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിലും ബ്ലൗസിന് നമുക്കത് കറക്റ്റ് ഫിറ്റിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബസ്റ്റ് അളവ് കൊണ്ട് ചെസ്റ്റ് അളവ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ലൂസായിട്ടുണ്ടാവും നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്, കൈയുടെ ആ ഒരു ടൈറ്റിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്ത് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ബ്ലൗസിൻ്റെയും കൂടെ ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ തമ്മിൽ തിരിഞ്ഞു പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ നെക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ പോർഷനിലും നമുക്ക് അവിടെ ഭയങ്കര ലൂസ് വരും. കാരണം നമ്മൾ വലിയൊരളവാണ് നമ്മുടെ ചെസ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലൗസിനും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ ആ ഒരു ടക്കൊക്കെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരും. നമ്മുടെ ബ്രസ്റ്റ് കറക്റ്റായിട്ട് ആ ഒരു പോർഷനിൽ ഫിറ്റിങ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ചെസ്റ്റും ബസ്റ്റൊക്കെ കറക്റ്റ് കൊടുക്കുക. മേളത്തെ ലൈനാണ് ചെസ്റ്റ്, ഇതാണ് ബസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ബിഗിനേഴ്സൊക്കെ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ചെസ്റ്റിനെയും ബസ്റ്റിനെയും പറ്റി എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സായ ഡിസൈൻസ് എന്നാണ് പേര്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാനത് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.